ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ സജസ്റ്റ് ചെയ്യണം. ഇത് നടക്കുമോ? ഒരു പരിധി വരെ നടക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില പൊടിക്കൈകൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വളരെ ചുരുക്കം ആൾക്കാരുടെ ഉള്ളൂ ഇന്ന് ഇല്ലാത്തതായിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാളെ നമുക്ക് ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അയാളെ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ഒക്കെ അയച്ച് നമുക്ക് ഫ്രണ്ട് ആക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫ്രണ്ട് ആക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അയാളെ ആദ്യം അങ്ങോട്ട് ഫോളോ ചെയ്താൽ അയാൾ എന്ത് വിചാരിക്കുന്നു വല്ല വിചാരിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാളെയും കൊണ്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മളെ ഇങ്ങോട്ട് ഫോളോ ചെയ്യിപ്പിക്കാനുള്ള ഒരു വഴിയുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിന്റെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സജസ്റ്റഡ് ഫോർ യു എന്ന് പറഞ്ഞൊരു പേജ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു പേജിൽ നമുക്ക് നിരവധിയായിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാനായിട്ടുള്ള സജഷൻസും വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഈ ഒരു സജസ്റ്റഡ് ഫോർ യു സെക്ഷനിലേക്ക് നമ്മുടെ അക്കൗണ്ടോടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് സജസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അവർ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. എങ്കിലും ഒരു 50% നമ്മൾ ചെയ്തിട്ട് ബാക്കിയുള്ള 50% ഒരു ഫോളോ ചെയ്യട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫോളോ ചെയ്യാം, അത്രേ ഉള്ളൂ. നിർഭാഗ്യവശാൽ ഇൻസ്റ്റാഗ്രാം ഇതിനു വേണ്ടി നമുക്കൊരു ഡയറക്റ്റ് ഓപ്ഷനൊന്നും തരുന്നില്ല. എങ്കിലും ചില ഇൻഡയറക്റ്റ് മെത്തേഡ് വഴി അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ സജസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ റെക്കമെൻഡേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സജഷൻ സിസ്റ്റം വഴിയാണ്. ഒരു അക്കൗണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടും നമ്മുടെ അക്കൗണ്ടും തമ്മിലുള്ള ചില കോമൺ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെയിൻ ഫാക്ടറാണ് ഈ ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വേറെ ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടുകൾ കയറുന്ന സമയത്ത് അവർ ആ അക്കൗണ്ടുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫോളോവേഴ്സ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ആർക്കാണോ സജസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ അക്കൗണ്ടുമായിട്ട് കൂടുതലായിട്ടുള്ള മ്യൂച്വൽ ഫോളോവേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട ആളുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ട് ഫോളോയിങ്ങും ഫോളോവേഴ്സ് ലിസ്റ്റും എല്ലാം നോക്കുക. അതിനകത്ത് അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക, അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം ഫോളോ ചെയ്ത് അത്യാവശ്യം ഫോളോ ലിസ്റ്റ് കൂട്ടായി. ഇനിയും അത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്ന് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തിയെടുക്കുക. അതിനുശേഷം മാക്സിമം മ്യൂച്വൽ ഫ്രണ്ട്സിനെ കൂട്ടുക. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം വിചാരിക്കും നിങ്ങളും പരിചയക്കാരാണെന്ന്. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടും ആ ഒരു ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻസ്റ്റാഗ്രാം നമ്മുടെ അക്കൗണ്ട് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഈ ഒരു ജോഗ്രഫിക് ഏരിയ സജഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ആർക്കാണോ സജസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം ആ ഒരു ലൊക്കേഷനിലുള്ള ആളാണ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ സ്ഥിരം പോകുന്ന ആളാണ് നമ്മളെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട അടൂരുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഫ്രണ്ടായിട്ട് വേണ്ടത്. അവരുടെ അക്കൗണ്ടിലാണ് നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടൂർ എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പത്തനംതിട്ട അടൂർ എന്നൊക്കെ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അക്കൗണ്ടുകൾ അതേപോലെ തന്നെ റീൽസ് പോസ്റ്റുകളൊക്കെ തന്നെ ആ ഒരു ഹാഷ്ടാഗുകൾ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് വരുന്ന വീഡിയോസുകൾ പോസ്റ്റുകളൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ തന്നെ ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ലൊക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ തന്നെ പോസ്റ്റ് ആയിട്ടോ ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അപ്പം ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തുള്ള വ്യക്തിയാണെന്ന് ഇൻസ്റ്റാഗ്രാം റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് വ്യക്തികളിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സജസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ ഫ്രണ്ട് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ അക്കൗണ്ട് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പോസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷനുകൾ അയാൾ ടാഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് സ്റ്റോറീസ് പോസ്റ്റുകളൊക്കെ തന്നെ ഒന്നുകൂടെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർക്ക് മാത്രമല്ല ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള പലർക്കും നമ്മുടെ അക്കൗണ്ട് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെയും അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെയും ഇൻട്രസ്റ്റ് സെയിം ആണെന്ന് ഇൻസ്റ്റാഗ്രാമിനെ നമ്മൾ ധരിപ്പിക്കണം. ഈ ഒരു ഇൻട്രസ്റ്റിന്റെ ഉള്ളിലാണ് അവർ കാണുന്ന റീൽസ് പോസ്റ്റുകൾ, അവർ ചെയ്യുന്ന ലൈക്ക് കമന്റ്, അതേപോലെ തന്നെ അവരുടെ ബയോ, അതേപോലെ തന്നെ അവർ ഏതെങ്കിലും പബ്ലിക് ഫിഗേഴ്സിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ ഒരു ഇൻട്രസ്റ്റിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് അവരുടെ ബയോ മനസ്സിലാക്കിയിട്ട് അവർ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ആ ഒരു ബയോ തന്നെ കോപ്പി അടിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിഞ്ഞിട്ടില്ല, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ഫ്രണ്ട് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് അവർ ഫോളോ ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പബ്ലിക് ഫിഗേഴ്സിന്റെ ഒക്കെ നിങ്ങളും ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വിചാരിക്കുന്നത് നിങ്ങൾക്ക് സെയിം രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആണെന്നാണ്. 1-2 ദിവസം കൊണ്ട് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അത് തിരിച്ചവർക്ക്
റെക്കമെൻഡ് ചെയ്യണമെന്നില്ല, ബട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സെയിം ഇൻട്രസ്റ്റ് ഒക്കെ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ അക്കൗണ്ട് അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. മ്യൂച്വൽ ഫ്രണ്ട്സ്, ലൊക്കേഷന്, ഇൻട്രസ്റ്റ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടുമായിട്ട് മാച്ച് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ 90% നിങ്ങളുടെ അക്കൗണ്ട് ആ ഒരു വ്യക്തിയിലേക്ക് ഇൻസ്റ്റാഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ ടെക്കി ഫൈറ്റ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.